ട്രാക്ടർ വന്നപ്പോൾ ആദ്യം അതിനെ എതിർത്തു, കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിനെയും എതിർത്തു. എന്തിനേറെ പറയുന്നു, പ്രീ ഡിഗ്രി വന്നപ്പോൾ പോലും അതിനെ എതിർത്ത ഒരു പാർട്ടിയുടെ സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. വിദേശ സർവകലാശാലകൾ ഗോ ബാക്ക്, അറബിക്കടലിൽ എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച് വീരശൂര പരാക്രമികൾ ബജറ്റിൽ വിദേശ സർവകലാശാലകൾക്ക് നയം ഒളിച്ചു കടത്താനുള്ള ഇടമൊരുക്കുന്നു. ഇവിടെയാണ് സഖാക്കന്മാരെ നിങ്ങളോടുള്ള ആദ്യത്തെ ചോദ്യം. നിലപാട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഈ 2024 നിങ്ങൾ മറന്നു തുടങ്ങിയ ഒന്നാണെന്ന് പൊതുജനം പറഞ്ഞാൽ നിങ്ങൾ അതിനെ അനുകൂലിക്കുമോ പ്രതികൂലിക്കുമോ? പൊതുജനം പറഞ്ഞത് എന്നൊക്കെ കേട്ടാൽ ചോദ്യം മനസ്സിലായില്ലെങ്കിലും അന്തം കമ്മികൾ തീർച്ചയായും ഞങ്ങൾ അതിനെ അനുകൂലിക്കും എന്ന് പറയാൻ സാധ്യതയുള്ളൂ. അല്ല, അതാണ് സത്യവും. ഇനി ബജറ്റിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ഇവരുടെ ഈ CPM സർക്കാരിന്റെ ഇടത് ഇരട്ടത്താപ്പ് നയങ്ങളെ കുറിച്ച് പറയാം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മികവുറ്റതാക്കാൻ സംസ്ഥാനത്ത് വിദേശ സർവകലാശാലയുടെ ക്യാമ്പസുകൾ ആരംഭിക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനം ചില്ലറ കോളിളക്കമൊന്നുമല്ല കേരളത്തിൽ ഉണ്ടാക്കുന്നത്. സംസ്ഥാനത്ത് നികുതി ഇളവുകൾ ഉൾപ്പെടെ നൽകി സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ നടപടിയെടുക്കുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. പഠനത്തിനായി വിദേശത്ത് പോകുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നതിനാൽ ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ആരംഭിക്കണമെന്ന നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇത് പരിഗണിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര മാറ്റം കൊണ്ടുവരും. പ്രവാസികളായ അക്കാദമിക് വിദഗ്ധരുടെ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാനും തീരുമാനമുണ്ട്. വിദേശ സർവകലാശാല ക്യാമ്പസുകൾ കേരളത്തിലും ആരംഭിക്കുമെന്നും ബജറ്റ് പ്രഖ്യാപനത്തിൽ ധനമന്ത്രി ബാലഗോപാൽ പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തച്ചു തകർക്കാനുള്ള ഡീലാണ് വിദേശ സർവകലാശാലയുടെ വരവ് കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശക്തമായി എതിർക്കുമെന്ന് KSU ഉൾപ്പെടെ പറയുന്നത് സഖാവ് പുഷ്പനെ പോലെയുള്ളവരോടുള്ള നീതി കാണിക്കൽ കൂടിയാണ്. നിലവിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കുടിയേറുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ അമിത രാഷ്ട്രീയവൽക്കരണവും ഗുണനിലവാര തകർച്ചയും ഒപ്പം അതിരൂക്ഷമായ തൊഴിലില്ലായ്മയും കൊണ്ടാണ്. ഇവ പരിഹരിക്കാൻ യാതൊരുവിധ നിർദ്ദേശങ്ങളോ നടപടികളോ എടുക്കാതെ വിദേശ സർവകലാശാലയുടെ വരവിനെ പറ്റി പരാമർശിക്കുന്നതിൽ ദുരൂഹതയുണ്ട്. VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് വിദേശ സർവകലാശാലകളെ കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ശപഥം ചെയ്തതിന്റെ 13ാം വാർഷികത്തിലാണ് അതേ സർവകലാശാലകൾക്ക് സ്വാഗതവുമായി പിണറായി സർക്കാർ എത്തിയിരിക്കുന്നത്. പിണറായി CPM സംസ്ഥാന സെക്രട്ടറിയായിരിക്കെയാണ് വിദേശ സർവകലാശാലയ്ക്കെതിരായ നയം സ്വീകരിച്ചത്. പിണറായി മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ നയം ഉപേക്ഷിക്കുകയും ചെയ്തുവെന്ന വിമർശനവും ശക്തമാണ്. രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകണമെന്ന അഭിപ്രായം ഉയർന്നപ്പോൾ CPM അതിനെ വലിയൊരു രാഷ്ട്രീയ വിഷയമാക്കി. അന്ന് കേരളത്തിൽ VS സർക്കാരായിരുന്നു. വിദേശ സർവകലാശാലകൾക്ക് ഇന്ത്യയുടെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്നത് ഇന്ത്യയിലെ സർവകലാശാലകളുടെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെയും വളർച്ചയ്ക്ക് ഒട്ടും സ്വീകാര്യമല്ല. സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിലുള്ള വ്യത്യസ്ത നിലപാട് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. MA ബേബിക്കും SFI നേതാവ് അനുശ്രീക്കുമൊക്കെ ഇതേ നിലപാടാണ്. എല്ലാ ഇളവും വാരിക്കോരി നൽകി വിദേശ സർവകലാശാലകളെ ക്ഷണിക്കുന്ന ഇടത് സർക്കാർ മുൻ നിലപാടുകൾ മറന്ന മട്ടാണ്. ഫീസ് നിശ്ചയിക്കാനും അധ്യാപകരെ നിയമിക്കാനും സ്വയം ഭരണാധികാരം നൽകി വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കാനുള്ള UGC നീക്കത്തെ എതിർക്കുന്നു. രാജ്യത്തിന്റെ പരമാധികാരത്തെ ഇകഴ്ത്തുന്ന ഈ നടപടി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ ദുഷിപ്പിക്കും. UGCയുടെ നീക്കം ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന വെല്ലുവിളി നേരിടാൻ സഹായകരമല്ലെന്നാണ് PB പോലും നേരത്തെ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം. 2023 ഈ നിലപാടിൽ നിന്നും മാറേണ്ട സാഹചര്യം നിലവിലില്ല. അതുകൊണ്ടുകൂടിയാണ് വിദേശ സർവകലാശാലയിലെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി ബാലഗോപാലിനും എതിരെയാകുന്നത്. വിദേശ സർവകലാശാലകളുടെ കടന്നുകയറ്റത്തിനെതിരെ സമരം ചെയ്ത് ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പനൊക്കെ വെറും പാട്ടിലും മുദ്രാവാക്യം വിളികളിലും ഒതുങ്ങുമ്പോൾ പണം മുഖ്യം ബിഗിലേ എന്ന് പറയുന്ന പിണറായിയുടെ കാലമാണിത്. ഒരിക്കൽ എതിർത്തതിനെയൊക്കെ തന്റെ കാലത്ത് തിരുത്തുന്ന നിലപാടില്ലാത്ത പിണറായിസം.